ഇതുവരെ നിങ്ങളുടെ വിപ്ലവഗാനം ഇടുന്നത് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? അല്ല, കടയ്ക്കൽ അമ്പലത്തിലെ കാര്യമാണ് പറയുന്നത്. അല്ല, അമ്പലത്തിലാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ ഇടുന്നത്. അല്ല, അമ്പലത്തിൽ ഇതേപോലത്തെ പരിപാടികൾ നടന്ന എന്താ പ്രശ്നം? ഇതേ അമ്പലങ്ങളിൽ തന്നെയല്ലേ KPSCയുടെ നാടകങ്ങളും സാംബശിവന്റെ കഥാപ്രസംഗവും ഒക്കെ നടന്നിരുന്നത്? അന്നൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഇതെല്ലാം ഇവിടെ തന്നെയാണല്ലോ നടന്നത്. അതുപോലെയാണ് അത്. അമ്പലത്തിലൊക്കെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നത് ശരിയാണ്. ഓ, ഇൻക്ലാബ് സിന്ദാബാദാണ് വിഷയം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചത് ഭഗത് സിംഗ് ആണ്. അതുപോലെ KPSCയുടെ നാടകങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ ആളുകൾ മുദ്രാവാക്യം വിളിച്ച് നടന്നു പോയിട്ടുണ്ട്. അതെല്ലാം ഈ അമ്പലപ്പറമ്പിലാണ് നടന്നത്. അപ്പോഴൊന്നും ഇല്ലാത്ത വിഷയം ഇപ്പോഴെന്താണ് വരാൻ കാരണം? അത് ശരിയാ. ഇത് സത്യത്തിൽ കടയ്ക്കലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ കടയ്ക്കൽ അമ്പലത്തിൽ പരിപാടി കാണാൻ വന്നിരുന്ന വിശ്വാസികൾക്കോ അല്ലെങ്കിൽ കാണാൻ വന്ന ആളുകൾക്കോ ഒന്നും ഒരു പ്രശ്നമില്ല. കുറെ സംഖ്യക്ക് നുണയും പരദൂഷണവും പോലെ എന്തിനോ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ സതീഷിനൊക്കെ ഇതിനെതിരെ പറഞ്ഞതോ? അതിപ്പോ സതീശൻ എന്ന് പറഞ്ഞാൽ തന്നെ സംഖ്യകളുടെ നുണയും കുന്നായ്മയും പത്രക്കാർക്ക് വിളിച്ചു പറയുന്ന ആള് അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ശരി.